അപ്പൊ ഒരു കാര്യം ചെയ്യും, ആ കണക്ക് അവിടെ നിൽക്കട്ടെ. നമുക്ക് വേറൊരു കണക്ക് പറയാം. അതായത് ബിനുവിന്റെ കയ്യിൽ 3/4 കിലോഗ്രാം വീതമുള്ള 160 ഉറുമ്പ് പൊടി പാക്കറ്റുകളുണ്ട്. വിൽക്കാൻ വേണ്ടിട്ടാ സാറേ? കണക്ക് പറയട്ടെ. ഈ പാക്കറ്റുകൾ 1/2 കിലോഗ്രാം വീതമുള്ള പാക്കറ്റുകളാക്കി കഴിഞ്ഞാൽ എത്ര പാക്കറ്റുകൾ ഉണ്ടാകും? അല്ല സാറേ, ഈ ഏത് കടയിലെ 3/4 കിലോ ആരും മേടിച്ചു കഴിഞ്ഞാൽ 3/4 കിലോ ഉണ്ടാവണേ? 1/2 കിലോയെ കാണുള്ളൂ. അല്ല, ഈ 3/4 കിലോന്റെ പാക്കറ്റ് ഉണ്ടാവോ? 1/2 കിലോ? 1/2 കിലോ കണക്കിൽ ശ്രദ്ധിക്കൂ. 2 കിലോ, 3 കിലോ, 4 കിലോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ കണക്ക് നമുക്ക് വിടാം. വിട്ടു. ഈ കണക്ക് ഇനി ഞങ്ങൾ വീട്ടിൽ ചെന്ന് വീട്ടിൽ വെച്ച് ചെയ്താൽ മതി. പക്ഷേ ആ വട്ടത്തിലുള്ള കണക്കിന് ഉത്തരം ഒന്ന് പറഞ്ഞു. അപ്പൊ ഉത്തരം ശ്രദ്ധിച്ചോളൂ. 1, 6, 3, 2, 5, 4. എങ്ങനെ കൂട്ടിയാലും 10 കിട്ടും. 3ഉം 2ഉം 5, 5ഉം 10. 5ഉം 4ഉം 9ഉം 1ഉം 10. 1ഉം 6ഉം 7ഉം 3ഉം 10. ഇതാണ് കണക്കിലെ കളി, ഇതാണ് കണക്കിലെ രസം. മാഷ് കൊള്ളാട്ടാ. ഏണ്ടേ? ശരി ശരി ശരി. ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഇനി മുതൽ എല്ലാ PTA കൂടുമ്പോഴും ഓരോ വിഷയത്തെക്കുറിച്ചും എല്ലാ രക്ഷാകർത്താക്കൾക്കും പ്രത്യേകം ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അതെങ്ങനെ സാറേ? അത് എങ്ങനെയൊക്കെ തീരുമാനിക്കാം? തീരുമാനിക്കണം. അത് എങ്ങനെ തോന്നുന്ന പോലെ പറയാൻ പറ്റും. ശരി ശരി, നിങ്ങളൊരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കും, ഞാനിപ്പോ വരാം. ഇന്നിവിടെ വന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളോട് ഇവര് ദേഷ്യപ്പെടും. അത് പേടിച്ചിരുന്ന് കച്ചവടം കൂടി കളഞ്ഞു ഇവിടെ വന്നിരിക്കുന്നത്. ഇവർക്ക് തോന്നുമ്പോ അങ്ങോട്ട് തോന്നിയ പോലെ കാണിക്കാം. അല്ല സൂചേട്ടാ, ഒരു 150 പാക്കറ്റ് ഉറുമ്പൊടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അത് ചേട്ടൻ്റെ കടയിൽ വിൽക്കാൻ പാടില്ലേ? മാഷ് എന്ത് പണിയാണ് കാണിച്ചത്? എന്തിനാ എല്ലാ PTA-ക്കും രക്ഷിതാക്കൾക്ക് വേറെ വേറെ വിഷയത്തിൽ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് കൊടുത്തയച്ചത്? ഇവിടെ ഒരു PTA വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മൂത്രപ്പുര ചോരുണ്ട്, ഇവിടെ മറ്റേ സാമ്പാറിൽ ഉപ്പില്ല, ഇവിടെ മാസുമാര് സമയത്തിന് വരണ്ട, ജാതി ബഹളല്ല ഇവിടെ. അപ്പം മനഃപൂർവ്വം കൊടുത്ത തന്നെ PTA വെച്ചിട്ട് അതിൻ്റെ കൂടെ ക്ലാസ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ഹംക്കിങ്ങളൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ. എന്നാ പിന്നെ ഈ ജാതി അടങ്ങറ് നമുക്കില്ലല്ലോ വെച്ചിട്ടാണ് ഞാൻ അത് പറഞ്ഞത്. ഒന്നാമത്തെ നിങ്ങൾക്ക് കണക്കും ശരിക്കും അറിയില്ല, ഒരു സാമാന്യ ബോധമില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കിഞ്ഞാൽ ഞാൻ പിരിച്ചുവിടാം. അതന്നെയാണ് നല്ലത്. ഒരു PTA വെച്ചേക്കണത്. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നത്തെ അവസാനിച്ചിരിക്കുന്നു കേട്ടോ. ഇനി നന്ദി പറയണം. അപ്പൊ അതിന് മുമ്പായിട്ട് പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവം, ക്ലാസ്സിലെ അനുഭവം നിങ്ങളൊന്ന് പറയണം. അപ്പോ ഒരാൾ വന്നോളൂ. എന്റെ കൂടെ കൂട്ടി പറഞ്ഞു വിട്ടാ. ബഹുമാനപ്പെട്ട സത്യശീലൻ മാഷ്, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഞാൻ എൻ്റെ കുട്ടികളെ കണക്കിൽ മാർക്ക് കുറഞ്ഞിട്ടും തോറ്റിട്ടൊക്കെ വരുമ്പോൾ ഒരുപാട് ശകാരിക്കാറുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ വിദ്യാലയത്തിൽ എന്താണ് പഠിപ്പിക്കണമെന്ന് നമ്മളൊക്കെ ഇപ്പോൾ കണ്ടതാണ്. വട്ടത്തിനുള്ളിൽ 2ഉം 3ഉം എഴുതി കളിക്കാനും ഉറുമ്പ് പൊടിയുടെ അളവിൻ്റെ എണ്ണം കുറയ്ക്കാനുമാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് അറിഞ്ഞെങ്കിൽ എന്തിനാ നമ്മുടെ കുട്ടികളെ ഈ വിദ്യാലയത്തിലേക്ക് പറഞ്ഞയക്കണത്? എന്തായാലും ഇവിടെ ഇതൊക്കെയാണ് പഠിപ്പിക്കണതെന്ന് നമ്മളെ വിളിച്ചു വരുത്തി പഠിപ്പിച്ച സത്യശീലൻ സാറിനും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ സത്യശീലൻ സാറേ, ഇതൊക്കെ ഇവിടെ നടക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് നന്ദി. ഉറുമ്പ് പൊടി ഉണ്ടോ? കൊണ്ടുപോയി വിൽക്കാനാ കടയിലെ?